ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പ്രസ്തുതത്തെക്കുറിച്ചുള്ള പഠന പരമ്പര, ഒരു ചരിത്ര വിചാരം നമ്മുടെ മനസ്സുകളിൽ നിറയട്ടെ. ഈ പഠന പരമ്പരയുടെ 36ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 38ാമത്തെ പാദമാണ് ഇത് നമ്മൾ പഠനവിധേയമാക്കുക. പേജ് നമ്പർ 204 മുതൽ 208 വരെയുള്ള പേജുകളിലാണ് 38ാമത്തെ പാദം നമ്മൾ കാണുക. എന്നും പറയുന്നത് പോലെ വർത്തമാന പുസ്തകത്തിൽ നിന്നും ഉള്ള ഭാഗം കൂടി വായിക്കാൻ വേണ്ടിയാണ് പേജ് നമ്പറുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ പാദമെന്ന് പറയുന്നത് ഓരോ അധ്യായങ്ങളാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുമല്ലോ. മറ്റ് എഡിഷൻ പുസ്തകങ്ങളാണ് വായിക്കുന്നതെങ്കിൽ ഈ പാദം മറന്നു പോകാതെ ഉപയോഗിക്കുക. പേജ് നമ്പർ ഒരുപക്ഷെ വ്യത്യാസമായിരിക്കും എന്ന കാര്യവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈശോയെ, കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ പഠന പരമ്പരയെ അനുഗ്രഹിക്കുന്നതിനും ആശീർവദിക്കുന്നതിനും ഓരോ ദിവസവും കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകുവാൻ അനുവദിക്കുന്നതിനും ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവരെല്ലാ പ്രവർത്തനങ്ങളെയും ഈശോയെ നിൻ്റെ സ്നേഹത്താൽ കാരുണ്യത്താൽ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളും സഭയുടെ ആരാധനാക്രമത്തോടും സഭയുടെ നന്മയ്ക്കുമൊക്കെയായി ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും ഈ പഠന പരമ്പരയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആ വലിയൊരു തീക്ഷ്ണത, അറിവ് കാരണമായി തീരട്ടെ. ഈശോയെ, ഞങ്ങളുടെ പൂർവികർ എത്രമാത്രം തീക്ഷ്ണതയോടും അതുപോലെ എത്രമാത്രം കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചാണ് സഭയുടെ നന്മയ്ക്കായി പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതേ തീക്ഷ്ണതയോടെ ഞങ്ങൾ കൈമാറി കിട്ടിയ വിശ്വാസ ദീപം, ഞങ്ങളുടെ അരുമശിഷ്യനായ മാർത്തോമാ ശ്ലീഹായിൽ നിന്നും ഞങ്ങൾ ലഭിച്ച വിശ്വാസ ദീപം, ഞങ്ങളുടെ സഭയുടെ പാരമ്പര്യത്തിനും തനതായ ആരാധനക്രമവും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. അതിന് വിരുദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളുമേലും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപകൾ വർഷിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഏക സമൂഹമായി മുന്നോട്ട് പോകുവാനുള്ള കൃപയെ നൽകണമേ. ഞങ്ങളുടെ പഠനത്തെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, മാർ യോസേപ്പേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, വർത്തമാന പുസ്തകത്തിലെ 38ാം പാദത്തെ ആസ്പദമാക്കി കരിയാറ്റിൽ മൽപ്പാനും പാറേമാക്കൽ തോമാക്കത്തനാരും ലിസ്ബണിൽ നിന്നും റോമിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതും അതിനിടയിലെ സംഭവ വികാസങ്ങളും 5 പ്രധാന ആശയങ്ങളിലായിട്ട് നമ്മൾ വിവരിക്കുകയാണ്. ഒന്നാമത്തെ ആശയം, കയത്താനോസ് പാതിരിയുടെ തന്ത്രപരമായ നിലപാട്. കയത്താനോസ് പാതിരിയെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ നമ്മുടെ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മൽപ്പാനോടും പാറേമാക്കത്തോമാക്കത്തിനോടുമൊക്കെ എപ്പോഴും വളരെ തന്ത്രപരമായ രീതിയിൽ ഇടപെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതക്രമവും എങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ സഭയെ പല വിധത്തിലും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുവാനും വേണ്ടി ശ്രമിച്ചതെന്നും രാജ്ഞിക്ക് സ്വാധീനിച്ചുകൊണ്ട് ഓൾറെഡി നമുക്ക് മെത്രാപ്പോലിത്ത് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൽപ്പാനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും പരിശ്രമിച്ചതും റോമിലേക്കുള്ള ലെറ്റർ എഴുതാനായിട്ട് സമ്മതിക്കാതെ എല്ലാം ഇവിടെ നിന്ന് ശരിയാക്കി തരാമെന്നുള്ള രീതിയിലൊക്കെ ക്രമീകരിച്ചതുമൊക്കെ പഴയ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. നമ്മുടെ കയത്താനോസ് പാതിരി എപ്പോഴും നമ്മുടെ സഭയിൽ ഒരു ശ്രദ്ധാവിഷയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിന്ന് കാണുക. നസ്രാണികൾ തങ്ങളെ അറിയിക്കാതെ രാജ്ഞിക്ക് അപേക്ഷ നൽകിയതിനാൽ കയത്താനോസ് പാതിരിക്ക് വിഷമമുണ്ടായെങ്കിലും അദ്ദേഹം അത് പുറത്ത് കാണിച്ചില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട കാര്യമാണ്. അദ്ദേഹം അപേക്ഷ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടും കയത്താനോസ് പാതിരിയെ അറിയിക്കാതെ അപേക്ഷ കൊടുത്തു. പക്ഷെ അത് അറിഞ്ഞു. പക്ഷെ അത് തന്ത്രപരമായ രീതിയിൽ പുള്ളി അത് പുറത്ത് കാണിക്കാതിരിക്കുകയാണ്. ഒരു യൂറോപ്യൻ മെത്രാൻ വരുന്നത് ഗുണകരമാകില്ലെങ്കിലും ഈ സ്ഥാനം നമ്മുടെ ജാതിക്കാർക്ക് തന്നെ ലഭിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൗശലപൂർവ്വം പറഞ്ഞു.
കരിയാറ്റിൽ മൽപ്പാനാണ് കൊടുങ്ങല്ലൂർ മെത്രാപ്പോലിത്തയാകാൻ ഏറ്റവും യോഗ്യനെന്ന് അദ്ദേഹം സർവാധികാരോടും പ്രഭുക്കന്മാരോടും ശുപാർശ ചെയ്തു. വളരെ മനോഹരമായ രീതിയിലാണ് കയത്താനോസ് പാതിരി നമ്മുടെ മൽപ്പാനെയും കൂട്ടരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നതെന്ന് നമുക്ക് മുൻ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയതാണ്. അത് തുടരുകയാണ്. നമുക്ക് രണ്ടാമത്തെ ആശയത്തിലേക്ക് പോകാം. റോമ യാത്രയ്ക്കുള്ള തടസ്സങ്ങളും ഒരുക്കങ്ങളും. ലിസ്ബണിലെ കാര്യങ്ങൾ പൂർത്തിയാക്കിയതോടെ മൽപ്പാനും സംഘവും റോമിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഇന്ത്യൻ കാര്യവിചാരക്കാരനായ മർത്തീഞ്ഞു ദമൽ കാര്യങ്ങൾ ഇവിടെ തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് യാത്ര വൈകിപ്പിച്ചു. ഇതിനാൽ സൗജന്യമായ ജനോവയിലേക്ക് പോകാനുള്ള അവസരം അവർക്ക് നഷ്ടമായി. ഒടുവിൽ മാർത്തോമ മെത്രാൻ്റെ വിശ്വാസ സത്യം മാർപ്പാപ്പയെ നേരിട്ട് അറിയിക്കണമെന്ന വാദമുയർത്തിയാണ് അവർ യാത്രാനുമതി നേടിയത്. മൂന്നാമത്തെ ആശയം കപ്പൽ യാത്രയുടെ ക്രമീകരണങ്ങൾ. യാത്രയ്ക്കായി നിക്ലാവ കൊർണലി എന്ന ഇംഗ്ലീഷ് കച്ചവടക്കാരൻ്റെ സഹായത്തോടെ ഇസ്രായേൽ ഹെദുമാൻ എന്ന കപ്പിത്താൻ നയിക്കുന്ന കപ്പലിൽ ഇടം കണ്ടെത്തി. 4 പേർക്ക് 9 മൊനെത്ത എന്ന ഒരു മൊനത്തേക്ക് 18 രൂപയാണ് അന്നത്തെ കൂലി എന്ന് പറയുന്നത്. അങ്ങനെ കൂലി നിശ്ചയിച്ചാണ് അവർ കപ്പലിൽ പ്രവേശിക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾ സ്വന്തമായി കരുതണമെന്ന വ്യവസ്ഥയിൽ കയത്താനോസ് പാതിരിയുടെ സഹായത്തോടെ യാത്രയ്ക്കുള്ള വിഭവങ്ങൾ ശേഖരിച്ചു. നാലാമത്തെ ആശയം നസ്രാണികളുടെ ആഭിജാത്യവും അന്തസ്സും. യാത്ര തിരിക്കുന്നതിന് മുമ്പ് റോമിലെ സ്ഥാനപതി അവർക്ക് പണസഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ പണം സ്വീകരിച്ചാൽ മലങ്കരയിലുള്ളവർ ദാരിദ്ര്യത്തിലാണ് തങ്ങളെ അയച്ചതെന്ന് അദ്ദേഹം കരുതുമെന്നും അത് സഭയ്ക്ക് കുറച്ചിലാകുമെന്നും ഭയന്ന് അവർ അത് സ്നേഹപൂർവ്വം നിരസിച്ചു. എങ്കിലും അടിയന്തര സാഹചര്യത്തിൽ പണം പിൻവലിക്കാനുള്ളൊരു കത്ത് അദ്ദേഹം അവർക്ക് നൽകി. അഞ്ചാമത്തെ ആശയം കടൽ യാത്രയും നേരിട്ട വെല്ലുവിളികളും. 1779 ഒക്ടോബർ 4 ലിസ്ബണിൽ നിന്നും പുറപ്പെട്ട കപ്പൽ 33 ദിവസമെടുത്താണ് ജനോവയിലെത്തിയത്. യാത്രക്കിടയിൽ ഗോൾപ്പ ദെ ലയോൺ എന്ന അപകടം നിറഞ്ഞ പ്രദേശം കടന്നു. ഇംഗ്ലീഷ് കടൽ കൊള്ളക്കാരെയും ഫ്രഞ്ച് കലസ്യൻ പരിശോധനക്കാരെയും അവർക്ക് നേരിടേണ്ടി വന്നു. യുദ്ധകാലമായതിനാൽ കപ്പിത്താൻ അതീവ ജാഗ്രതയോടെയാണ് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചത്. നമ്മുടെ പഠനം ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. അപേക്ഷ നൽകിയ വിവരം അറിഞ്ഞപ്പോൾ കയത്താനോസ് പാതിരിയുടെ പ്രതികരണം എന്തായിരുന്നു? തന്നെ അറിയിക്കാതെ അപേക്ഷ നൽകിയതിൽ സങ്കടം പ്രകടിപ്പിച്ചെങ്കിലും കൗശലപൂർവ്വം അത് തൻ്റെ കൂടി ലക്ഷ്യമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. കൊടുങ്ങല്ലൂർ മെത്രാപ്പോലിത്തയാകാൻ ഏറ്റവും യോഗ്യൻ ആരെന്നാണ് കയത്താനോസ് പാതിരി ശുപാർശ ചെയ്തത്? കരിയാറ്റിൽ മൽപ്പാൻ. റോമിലേക്കുള്ള യാത്ര വൈകാൻ കാരണക്കാരനായ സർവാധിക കാര്യക്കാരൻ ആര്? മർത്തീഞ്ഞു ദമൽ. ജനോവയിലേക്കുള്ള കപ്പൽ യാത്ര ശരിയാക്കി നൽകിയ ഇംഗ്ലീഷ് കച്ചവടക്കാരൻ ആര്? നിക്ലാവ കൊർണലി. കപ്പൽ കൂലിയായി നിശ്ചയിച്ച തുക എത്രയായിരുന്നു? 4 പേർക്കും കൂടി 9 മൊനെത്ത. ഒരു മൊനെത്തായുടെ അന്നത്തെ മൂല്യം എത്രയായിരുന്നു? 18 രൂപ. സ്ഥാനപതി നൽകിയ പണം മൽപ്പാനും സംഘവും നിരസിക്കാൻ കാരണമെന്ത്?
മലങ്കര സഭ ദാരിദ്ര്യത്തിലാണെന്ന് അദ്ദേഹം കരുതാതിരിക്കാനും സഭയുടെ അന്തസ്സ് നിലനിർത്താൻ. ലിസ്ബണിൽ നിന്നും കപ്പൽ കയറിയത് എന്ന് 1779 ഒക്ടോബർ 4. യാത്രക്കിടയിൽ അവർ കടന്നുപോയ അപകടം നിറഞ്ഞ കടൽ പ്രദേശം ഏതാണ്? ഗോൾപ്പ ദെ ലയോൺ. കപ്പൽ യാത്രക്കിടയിൽ വന്ന പരിശോധനക്കാർ ആരൊക്കെയായിരുന്നു? ഇംഗ്ലീഷ് കടൽ കൊള്ളക്കാർ, കലസിൻ പടയാളികൾ, ഫ്രഞ്ച് കപ്പിത്താൻ. കപ്പിത്താൻ ഇംഗ്ലീഷുകാരെ ഭയപ്പെടാൻ കാരണമെന്ത്? അവർ കള്ളന്മാരായതിനാൽ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ ഉള്ളതൊക്കെയും പിടിച്ചു പറിക്കുമെന്ന ഭയം കാരണം. ലിസ്ബണിൽ നിന്നും പുറപ്പെട്ട് എത്ര ദിവസത്തിനു ശേഷമാണ് അവർ ജനോവയിൽ എത്തിയത്? 33 ദിവസത്തിനു ശേഷം.